ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. വാസന്തി അത്രയേറെ നീലം പറഞ്ഞതൊക്കെ ഓർത്തിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അവർ ഒരു എന്താ പറയുക, സ്ത്രീക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ഒരു അവസ്ഥയിലാണ് അവർ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ താഴത്തെ നിലയിൽ നിന്നാണെങ്കിൽ രാജേശ്വരിയും രുക്മിണി അത് കാണുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പതറിക്കൊണ്ട് അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവരെ ഒന്നും ഗൗനിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. മുടിയൊക്കെ ഒണ്ടയൊക്കെ കെട്ടി ശരിക്കൊരു ഭദ്രകാളിയെ പോലെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാജേശ്വരി രുക്മിണിയോട് പറയുന്നുണ്ട്, ഇതെന്താ ചേച്ചി, ഇവർ കാറ്റിനേക്കാളും വേഗത്തിലാണല്ലോ പോകുന്നത്. ഇത്രയും വേഗത്തിൽ ഇവർ എങ്ങോട്ട് പോകുന്നതായിരിക്കും ചേച്ചി? അതിനെപ്പറ്റി നമ്മൾ എന്തിനാ രാജി ചിന്തിക്കുന്നത്? അവരെങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, നീ എന്തിനാ അവർക്ക് പിന്നാലെ പോവാൻ നിൽക്കുന്നത്? അയ്യോ ചേച്ചി, അത് ശരി തന്നെയാണ്. ഞാനിപ്പോൾ ഈ കാര്യമായിട്ടും പറയുന്നത് അവർ കേട്ടിരുന്നെങ്കിൽ പിന്നാലെ വന്നിട്ട് നിങ്ങളെന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് വീണ്ടും തല്ലി പിടിക്കാൻ തുടങ്ങും. ചേച്ചി വാ, നമുക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ട്, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം എന്നും പറഞ്ഞ് അവരകത്തേക്ക് കയറി പോവുകയാണ്. അവർ വാസന്തിയുടെ പിന്നാലെ പോയതൊന്നുമില്ല. വാസന്തി ആണെങ്കിൽ നേരെ പോയിട്ട് ഗേറ്റ് വലിയ ശബ്ദത്തിൽ തുറക്കുകയാണ്. എന്നിട്ട് അവരവിടെ നടു റോട്ടിൽ അവിടെ ഇരിക്കുന്നുണ്ട്. രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയായിരുന്നു വാസന്തിയുടെ ആ ഇരുത്തം. നീലം വരുന്നത് എപ്പോഴാണോ അതുവരെ ഇരിക്കും എന്നുള്ളൊരു പ്രതികാരം പോലെ ആ നട്ടുച്ച വേലിൽ അവർ ആ റോട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം കടയിലാണെങ്കിൽ 3 കുട്ടികൾ അവിടെ ഹോട്ടലിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡെക്കിനോട് അവിടെ ഹോട്ടലിൽ വന്നിരിക്കുക, ഭക്ഷണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞു, പക്ഷെ നിങ്ങൾ ഇരിക്കും, ഞാൻ ഉണ്ടാക്കിത്തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ ഇരുന്നപ്പോൾ തിരക്കൊന്നുമില്ല, വാ ഞങ്ങളിവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ജോളിയായിട്ട് പോയിക്കോളാം. ജോളിയായിട്ട് ഇരിക്കും, ഇതെന്താ പാർക്കാണോ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, 3 വടയും 3 ചായ എടുത്താൽ മതി എന്ന് പറയുകയാണ്. 3 ആൺകുട്ടികളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് വേഗം തന്നെ പുസ്തകം എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഡെക്ക് പോയിട്ട് ചായയും വടയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അവർ പുസ്തകം എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുന്ന കണ്ടപ്പോൾ ഡെക്ക് പറയാണ്, ഈ കാലഘട്ടത്തിലും 5 മിനിറ്റ് പോലും പഴക്കാതെ ചായ കുടിക്കുന്ന സമയം വരെ പഠിക്കുന്ന കുട്ടികളെ നിങ്ങളെയൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരെ പുകഴ്ത്തുകയാണ്. പക്ഷെ അവർ വന്നിട്ടുണ്ടായിരുന്നത് ഫ്ലെയിംസ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ പേര് വെച്ച് അവരുടെ 3 പേരുടെയും പേര് ചേർത്തിട്ട് ഫ്ലെയിംസ് നോക്കുകയാണ്. അങ്ങനെ അവർ വന്ന സമയത്ത് ചിരിച്ചുകൊണ്ടാണ് അവർ നോക്കുന്നത്. ഡെക്ക് വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കാനോ? പഠിക്കുന്ന സമയത്ത് പുസ്തകം നോക്കി ചിരിക്കുന്നവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ദൈവമേ, ഇവന്മാർ എന്നെ പോലെയാണോ? എൻ്റെ കുട്ടിക്കാലാണല്ലോ ഓർമ്മ വരുന്നത് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഡെക്ക് അവരുടെ കയ്യിൽ നിന്നും പുസ്തകം വലിച്ചു പിടിക്കുകയാണ്. പുസ്തകം വാങ്ങി നോക്കുന്ന സമയത്ത് ഡെക്ക് ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഫ്ലെയിംസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ പേര് ചേർത്തിട്ട് 3 പേരുടെയും പേര് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുസ്തകം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അച്ഛനെ കൂട്ടി വന്നാലേ തരുള്ളൂ എന്നൊക്കെ ഭീഷണിപ്പെടുത്തി അവരെ പറഞ്ഞു വിടുകയാണ്. അവരാണെങ്കിൽ ചായ വരെ കുടിക്കാതെയാണ് അവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ ചായയുടെ പൈസ തരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ കുടിക്കാത്ത ചായക്ക് എന്തിനാ പൈസ തരുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ നീലം പറയുന്നുണ്ട്, അയ്യോ അളിയ, നിനക്ക് വേറെ പണിയൊന്നുമില്ല ഈ ചെറിയ കുട്ടികളുടെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ഇതാക്കാൻ. അവരെന്തോ പഠിക്കുകയായിരുന്നില്ലേ? അവരോ ചെറിയ മക്കളോ? ഇന്നാ പുസ്തകം നോക്ക് നീ എന്ന് പറഞ്ഞിട്ട് ഡെക്ക ആ പുസ്തകം നീലനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു പെൺകുട്ടിയുടെ പേര് തന്നെ ചേർത്തിട്ട് 3 പേരും ഫ്ലെയിംസ് കളിച്ചതാണെന്ന് അവന് മനസ്സിലായി. അവനും ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ, അതും ഇത്രയും ചെറിയ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് കരുതിയിട്ട്. അപ്പോഴേക്കും കടയിലേക്ക് കസ്റ്റമർ വന്നപ്പോഴേക്കും ഡെക്ക് അങ്ങോട്ടേക്ക് പോവാണ്. നീലൻ ആ പുസ്തകം തുറന്നു പിടിച്ചിട്ട് അതിൽ ആ ഫ്ലെയിംസ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലെയിംസ്, അവന് ചിരി വരുന്നുണ്ടായിരുന്നു. നീലകണ്ഠൻ, ഇന്ദുമതി, ഫ്ലെയിംസ് നോക്കിയാലോ? ദൈവത്തിൻ്റെ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് എന്നെ കൈവിടരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ അവരുടെ രണ്ടുപേരുടെയും ഫ്ലെയിംസ് നോക്കുന്നത്. അവസാനം ഓരോ സ്പെല്ലിങ്ങും കുത്തി ലാസ്റ്റ് ബാക്കിയുണ്ടായിരുന്നത് എല്ലും ഇയും മാത്രമാണ്, അതായത് ലവും എനിമിയും. അപ്പോൾ അവൻ പേടിയോടെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ദൈവത്തിൻ്റെ ചിത്രത്തിലേക്ക് വീണ്ടും നോക്കിയിട്ട് പറയുന്നുണ്ട്, മുരുക കൈവിടരുതേ. ഹൃദയമിടിപ്പോടു കൂടിയാണ് നീലം ബാക്കിയുണ്ടായിരുന്ന ആ ഒരു 2 സ്പെല്ലിങ്ങും എണ്ണുന്നത്. അങ്ങനെ 10 വരെയാണ് എണ്ണേണ്ടത്. എല്ലും ഇയും വെച്ചിട്ട് അവൻ എണ്ണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഹൃദയടിപ്പ് പുറത്തു വരെ കേൾക്കാവുന്ന പാകത്തിലാണ് ഉണ്ടായിരുന്നത്. 1, 2, 3, 4 അങ്ങനെ എണ്ണി അവസാനം ഇ എന്ന സ്പെല്ലിങ് കുത്തിയ സമയത്ത് നീലനെ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ് തോന്നുന്നത്. കാരണം അവസാനം ഇന്ദുമതിയും നീലകണ്ഠനും പ്രണയത്തിൽ, അതായത് ലവ് എന്ന സിമ്പലിലാണ് വന്ന് നിൽക്കുന്നത്. നീലൻ്റെ സന്തോഷം കൊണ്ടുള്ള അലർച്ച കേട്ടിട്ട് ഡെക്ക് ശരിക്കും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. നീലനാണെങ്കിൽ വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് ഓടിപ്പോവാണ്. അതേസമയം ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിൽ നന്ദിനിയും പുതിയതായിട്ട് വന്നിട്ടുള്ള ആ ഒരു കുട്ടിയും തമ്മിൽ ഇങ്ങനെ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ഒരു കുറി നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അവർക്ക് 2 പേർക്കും വേണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ചേച്ചി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ലേല എടുത്തിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇന്ദു വരട്ടെ, അവളോട് കൂടെ ഒരു വാക്ക് ചോദിച്ചിട്ട്
സംസാരിക്കാം. അപ്പോഴേക്കും നിയമോളെയും കൂട്ടിക്കൊണ്ട് സ്കൂളിൽ നിന്നും ഇന്ദു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിയമോളോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇന്ദു നേരെ അവരുടെ അടുത്തേക്ക് പോയപ്പോൾ ചേച്ചിമാർ പറയുന്നുണ്ട്, ഇന്ദു ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാണ്. ഇത്തവണ കുറിയെടുക്കുന്ന സമയത്ത് 2 പേർക്കും വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇന്ദുവിനോട് ചോദിക്കുകയാണ്. ലേല എടുത്തിട്ട് ആർക്കാണെന്ന് വെച്ചാൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ദു അത് സമ്മതിക്കുകയാണ്. അപ്പോൾ അവരതിനെക്കുറിച്ച് കാര്യമായ ചർച്ചയിലാണ്. ആ സമയത്ത് നിയമോളാണെങ്കിൽ ആകെ ബോറടിച്ചിരിക്കുകയാണ്. ഇന്ദു അമ്മയാണെങ്കിൽ അവളോട് സംസാരിക്കുന്നില്ല. അവർ എല്ലാവരും കൂടെ ഒന്നിച്ച് സംസാരിക്കുകയാണ്. നിയമോൾ ഒറ്റപ്പെട്ടതുപോലെ അവിടെ ഓട്ടോയിൽ പോയി തനിച്ച് സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ നേരം ഇവരൊക്കെ പരസ്പരം സംസാരിക്കുമ്പോൾ ആരും നിയമോളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് നന്ദിനിയാണ് ചോദിക്കുന്നത്, ഇന്ദു നിയമോളെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? ഞാനെന്തിനാ നന്ദിനി നിയമോളെ വഴക്ക് പറയുന്നത്? അവൾ നല്ല കുട്ടിയല്ലേ, പിന്നെ ഞാൻ എന്തിനാ അവളെ വഴക്ക് പറയുന്നത്? പിന്നെ എന്തിനാ അവൾ വിഷമത്തോടെ ഇരിക്കുന്നത്? വിഷമത്തോടെ ഇരിക്കുന്നോ? ഇന്ദു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിയമോൾ വിഷമത്തോടെ ഇരിക്കുന്നതാണ് കാണുന്നത്. വേഗം പോയിട്ട് ഇന്ദു ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിയമോൾ ഇങ്ങനെ ഇരിക്കുന്നത്? നിയമോൾക്ക് എന്താ സങ്കടമുള്ളത്? സ്കൂളിൽ ആരെങ്കിലും മോളെ വഴക്ക് പറഞ്ഞോ? ഇല്ല, നിയമോളൊക്കെ തടസ്സം പറയാണ്. ഇന്ദു അമ്മ എന്നോട് മിണ്ടുന്നില്ലല്ലോ, ഇന്ദു അമ്മ അവരോടല്ലേ സംസാരിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ പറയാണ്. അതിനുശേഷം അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ചേർന്ന് കളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിയമോൾ പറയുന്നുണ്ട്, നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാമെന്ന്. അങ്ങനെ എല്ലാവരും നിയമോൾക്ക് വേണ്ടിയിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോവാണ്. അപ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ആർക്കാ ഇന്നത്തെ നറുക്ക് കിട്ടുക? ഇന്ന് നമ്മൾ ആരാണോ കളിച്ചിട്ട് ജയിക്കുന്നത് അവർക്ക് കൊടുക്കാം എന്ന് നിയമോളാണ് പറയുന്നത്. അങ്ങനെ അവസാനം എല്ലാവരും ചേർന്നിട്ട് കണ്ണുകെട്ടി കളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ദുവാണ് ആദ്യം തന്നെ ഔട്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ദുവാണ് കണ്ണ് കെട്ടേണ്ടത്. ഇന്ദു കണ്ണ് കെട്ടിയ സമയത്ത് എല്ലാവരും ചേർന്ന് അവളെ ഇട്ട് കളിപ്പിക്കുകയാണ്. അവസാനം എല്ലാവരും ഓരോ ഭാഗത്തായിട്ട് ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഇന്ദു ആണെങ്കിൽ ഓരോരുത്തരെ തിരഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പല ഭാഗത്തുനിന്നും ശബ്ദം വെക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് നീലൻ അങ്ങോട്ടേക്ക് പോകുന്നത്. കണ്ണ് കെട്ടിയിട്ടുള്ള ഇന്ദുവിൻ്റെ അടുത്തേക്ക് അവൻ നേരിട്ട് പോകുമ്പോഴേക്കും എല്ലാവരും പറയുന്നുണ്ട്, നീല അങ്ങോട്ട് പോവല്ലേന്ന്. പക്ഷെ അവൻ പോയിട്ട് ഇന്ദുവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഇന്ദു നേരെ പിടിച്ചത് അവൻ്റെ കൈകളുമാണ്. ഇന്ദു കൈ പിടിച്ചതിന് ശേഷം അവൾ സന്തോഷത്തോടെ പറയാണ് പിടിച്ചു എന്നുള്ളത്. അപ്പോൾ ആരെയാണ് പിടിച്ചതെന്ന് മനസ്സിലായോ എന്നൊക്കെ ചേച്ചിയൊക്കെ വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് ചേച്ചിയെ തന്നെ ആണ് പിടിച്ചിരിക്കുന്നത്. ചേച്ചിയുടെ കൈയാണല്ലോ ഈ കൂട്ടത്തിൽ ആണുങ്ങളുടെ കൈ പോലെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളത്. ഓഹോ, അപ്പം നീ ജെൻസിൻ്റെ കൈയാണ് പിടിച്ചിട്ടുള്ളത് അല്ലേ? അത് കേട്ട സമയത്ത് ഇന്ദു വേഗം അവളുടെ കണ്ണ് കെട്ടിയിട്ടുണ്ടായിരുന്ന തുണി മാറ്റുവാണ്. അപ്പോൾ കൺമുന്നിൽ നീലനെ കണ്ടതും അവളുടെ കൈ അവൻ്റെ കൈക്കുള്ളിലാണെന്ന് അറിഞ്ഞതും അവൾ പെട്ടെന്ന് കൈ പിൻവലിക്കുകയാണ്. നീലനാണെങ്കിൽ ഇന്ദു പിടിവിട്ടതിന് ശേഷം ആ കൈകളിലേക്ക് തന്നെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരും പ്രണയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് കടയിൽ നിന്നിട്ട് കാണുന്ന ഡെക്ക് വിചാരിക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഭാര്യയുടെ കൈ പിടിച്ച് അവൻ്റെ ഒരു സന്തോഷം. നീലൻ അവിടെ സ്റ്റെക്കായി നിന്ന് ഇന്ദുവിനെ പ്രണയത്തോടെ നോക്കുന്നത് കണ്ടപ്പോഴേക്കും നിയമോളാണ് അവസാനം ഇടപെടുന്നത്. അപ്പേ എന്താ മോളെ? അയ്യോ, ഞങ്ങളുടെ കളി ഡിസ്റ്റർബ് ചെയ്യാതെ പോ അപ്പേ. നീല, നീ ഇവിടുന്ന് പോ, ഞങ്ങൾ ആദ്യം മുതൽ ഒന്നുകൂടെ കളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നീലനെ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ഇന്ദുവിൻ്റെ കണ്ണുകൾ വീണ്ടും കെട്ടിക്കൊടുക്കുന്നുണ്ട്. നീലനാണെങ്കിൽ പോവാൻ മനസ്സില്ലാതെ ഇന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുവാണ്. നീലനാണെങ്കിൽ തിരിഞ്ഞ് ഇന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ടാണ് കടയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡെക്ലേസ് അവിടെ മുൻപിൽ വന്ന് നിന്നതൊന്നും നീലൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരവരുടെ കൺകെട്ടിക്കളി വീണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നീലനാണെങ്കിൽ പ്രണയത്തോടെ ഇന്ദുവിനെ നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. ഡെക്ക് മുന്നിൽ വന്ന സമയത്ത് നീലൻ നേരെ പോയി അവൻ്റെ ദേഹത്തിടിക്കുകയാണ്. ഡാളിയാ, ഇതൊക്കെ ചെറിയ കുട്ടികളുടെ കളിയാണ്. ഞാൻ നിനക്ക് വലിയ കുട്ടികളുടെ കളി പറഞ്ഞു തരാം, നീ ഇങ്ങോട്ട് വാ. നീലനെയും വലിച്ചു കൂട്ടിക്കൊണ്ട് ഡെക്ക അകത്തേക്ക് പോവാണ്. അതേസമയം വാസന്തി അവിടെ മുറ്റത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു. അവരാകെ ടയേർഡായിട്ടുണ്ട്. പക്ഷെ അവരുടെ മനസ്സിലുള്ള അഗ്നിയും പ്രതികാരവും ദേഷ്യവും അപ്പോഴും തണുത്തിട്ടില്ല. നീലൻ്റെ വാക്കുകൾ തന്നെയാണ് അവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ നിങ്ങളെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടും. ഇനിയും നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്യുക എന്നല്ലാതെ എനിക്ക് മറ്റു വഴിയൊന്നുമില്ല അമ്മ. വാസന്തിയുടെ കണ്ണുകളിലെ പ്രതികാരം മാത്രം അപ്പോഴും മാറുന്നില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് രാജേശ്വരി പുറത്തു വന്നപ്പോൾ കാണുന്നത് വാസന്തി അവിടെ മുറ്റത്തിരിക്കുന്നത്. അവർ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. നടു റോട്ടിലായിട്ടാണ് വാസന്തി ഇരിക്കുന്നത്. അയ്യോ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് രാജി അകത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് രുക്മിണിയോട് പറയും, ചേച്ചി ഒന്ന് വാ ചേച്ചി, എന്താടി പ്രേതത്തെ കണ്ട പോലെ പേടിച്ച് ബഹളം വെക്കുന്നത്? അയ്യോ ചേച്ചി, ഞാൻ പറഞ്ഞു തരാം, ചേച്ചി ഒന്ന് വാ. ആ വാസന്തി അമ്മ നടു റോട്ടിൽ പോയിട്ട് ഇരിക്കുകയാണ്. നടു റോട്ടിലിരിക്കാനോ? അതെ ചേച്ചി. ഏയ് അതൊന്നും ആവില്ല, കറണ്ട് ഉണ്ടോ നോക്ക് നീ. എനിക്ക് തോന്നുന്നത് അവർക്ക് ഫാനില്ലാതെ അകത്തിരിക്കാൻ പറ്റില്ലെന്നാ. അയ്യോ ചേച്ചിക്ക് പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലേ? കാറ്റില്ലാഞ്ഞിട്ടാണെങ്കിൽ വീട്ടിന് പുറത്തു പോയിട്ട് റോട്ടിൽ ആരെങ്കിലും ഇരിക്കുമോ? നീ എന്തൊക്കെയാ രാജി പറയുന്നത്? അതെ ചേച്ചി, അതും ഈ പൊരി വെയിലത്ത്. ഇവിടെ വീട്ടിനകത്ത് AC ഒക്കെ ഉള്ളതല്ലേ, പിന്നെ എന്തിനു നടു റോട്ടിൽ പോയി ഇരുന്നിട്ട് വെയിൽ കൊള്ളണം?
അയ്യോ, റോഡിൽ പോകുന്നവരൊക്കെ എന്തോ ഒരു രീതി നോക്കിക്കൊണ്ടാണ് പോകുന്നത്. ചേച്ചി വാ, വന്ന് നോക്ക് എന്നും പറഞ്ഞിട്ട് രുക്മിണിയുടെ കൈ പിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ടു പോവാണ്. വീടിന് വാതിൽക്കൽ വന്ന് നിന്നിട്ട് രണ്ടുപേരും നോക്കുവാണ് റോഡിൽ ഇറങ്ങിയിരിക്കുന്ന വാസന്തിയെ. രുക്മിണി ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞത് ശരിയാണല്ലോ രാജി, വീട് വേണം വീട് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഇപ്പം എന്തിനാ ഈ നടുറോട്ടിൽ പോയിട്ട് ഇവർ ഇരിക്കുന്നത്? ഇനിയൊരു പക്ഷേ ഫോണിന് റേഞ്ചില്ലായിട്ടോ മറ്റോ ഇരിക്കുന്നതായിരിക്കോ? രുക്മിണിക്ക് അപ്പോഴും സംശയം മാറുന്നില്ല. അയ്യോ ചേച്ചി, അതൊക്കെ ഞാൻ നോക്കിയതാ, ഫോണും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല, ദേഷ്യം പിടിച്ചുകൊണ്ടെന്ന പോലെയാണ് ഇരിക്കുന്നത്. എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് രാജി. സാധാരണയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനല്ലാതെ ഇങ്ങനെ ഇവർ വീടിന് പുറത്തു പോയി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ മുറ്റത്ത് പോയി അവിടെ റോഡിലിരിക്കണമെങ്കിൽ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. അതെ ചേച്ചി, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാധിക പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരെന്താ കുശുകുശുത്ത് പറഞ്ഞതെന്നൊക്കെ രാധിക ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ രാജി പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മളെ വീട് വിട്ട് തുരത്തണമെന്ന് പറഞ്ഞിട്ട് അതെന്തിനാ പോയിട്ട് റോഡിലിരിക്കുന്നത്? ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ രാധിക പിന്നീന്ന് ചിന്തിക്കുകയാണ്, അയ്യോ, റോഡിലിരിക്കുന്നു എന്ന് പറയുന്നത് മാമിയെക്കുറിച്ചായിരിക്കുമോ? ഞാനാണെങ്കിൽ മാമി എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു വിടുന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യുക? രാധികയോ അവർക്ക് രണ്ടുപേർക്കും പിന്നിൽ വന്ന് നിന്നിട്ട് റോട്ടിലേക്ക് നോക്കുകയാണ്. ആ സമയത്താണ് വാസന്തി അവിടെ നടു റോട്ടിൽ പൊട്ടിപ്പൊരിയുന്ന വെയിലത്തിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അവർ രണ്ടുപേരെയും അവരറിയാതെ നോക്കിയിട്ട് അയ്യോ മാമി എന്നും പറഞ്ഞിട്ട് രണ്ടുപേരെയും തള്ളിക്കൊണ്ട് രാധിക പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. രാധിക തന്നെ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. രാധിക ആണെങ്കിൽ ഓടിപ്പോയിട്ട് വാതിലിൽ ഗേറ്റിന് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അവളിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഭ്രാന്തിയെ പോലെയാണ് വാസന്തി ഇരിക്കുന്നത്. അപ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മാമി ഒന്ന് ടെറസിന് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ തനിച്ചു പോവില്ല. ഇപ്പം ഇതെന്തിനാ ഈ നടു റോട്ടിൽ വന്നിട്ട് ഈ പൊട്ടിപ്പൊരിയുന്ന വെയിലത്ത് ഇവരിങ്ങനെ ഇരിക്കുന്നത്? അവൾ നേരെ പോയി വാസന്തിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. മാമി മാമി, എന്തിനാ മാമി ഇങ്ങനെ പൊട്ടിപ്പൊരിയുന്ന വെയിലത്ത് ഇവിടെ വന്നിരിക്കുന്നത്? അതിനൊന്നും വാസന്തി യാതൊരു മറുപടിയും പറയുന്നില്ല. വാസന്തി എന്തെങ്കിലും തിരിച്ചു പറയുന്നുണ്ടോ, എന്താണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി എന്ന പോലെ രുക്മിണിയും രാജേശ്വരി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാധികയാണെങ്കിൽ മാമിയോട് പറയാണ്, മാമി അവരെന്തൊക്കെയോ അഹങ്കാരം കൊണ്ട് പറഞ്ഞു എന്ന് കരുതി മാമി എന്തിനാ വന്ന് ഇവിടെ ഇരിക്കുന്നത്? അവരങ്ങനെ വായി തോന്നിയ പറഞ്ഞു എന്ന് കരുതി മാമി എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ട ആവശ്യം? ഒന്നിനും മറുപടി പറയാതെ നിൽക്കുമ്പോൾ രാധികയ്ക്കും ദേഷ്യം വരികയാണ്. അയ്യോ മാമി, വാസന്തി നിലയം എന്ന പേര് ബോർഡ് വെച്ചതിന് ശേഷം വീട്ടിനകത്ത് കാലിന്മേൽ കാലും കയറ്റി വെച്ചിരിക്കാതെ എന്തിനാ ഇവിടെ വാച്ച്മാനെ പോലെ പുറത്തു വന്നിരിക്കുന്നത്? പക്ഷേ അവരൊന്നിനും അപ്പോഴും മറുപടി പറയുന്നില്ല. അവർ മറ്റേതോ ഒരു ലോകത്തെന്ന പോലെ ഭ്രാന്തിയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒന്ന് കാണാമെന്നുള്ള മട്ടിൽ തന്നെയാണ് രുക്മിണിയും രാജേശ്വരിയും അവിടെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ രാധികയാണെങ്കിൽ അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പറ്റാവുന്നിടത്തോളം ശ്രമിക്കുന്നുണ്ട്. മാമി വാ മാമി, അകത്തേക്ക് വാ മാമി. പക്ഷെ വാസന്തി ഒരു അനക്കം പോലും അനങ്ങുന്നില്ല. മാമി, നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് കാഴ്ചയാണ് അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? അപ്പോഴേക്കും റോഡിൽ കൂടി പോകുന്നവരൊക്കെ രാധിക അവരോട് സംസാരിക്കുന്നതും അവരങ്ങനെ റോഡിലായിട്ട് ഇരിക്കുന്നതും നോക്കിയിട്ടാണ് പോകുന്നത്. മാമി നോക്ക് മാമി, റോഡിൽ കൂടി പോകുന്നവരൊക്കെ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. നിങ്ങൾക്കിത് തലക്കകത്ത് വട്ടുണ്ടോ ഇങ്ങനെ റോഡിൽ വന്നിരുന്നിട്ട് വെയിൽ കൊള്ളാൻ? മാമി വാ മാമി, മാമി നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങളോട് എഴുന്നേക്കാനാ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് വാസന്തിയുടെ കൈ പിടിച്ചു വലിച്ചതും അവരാ കൈ തട്ടി മാറ്റുവാണ്. വിടടി, നീ നിന്റെ ജോലി നോക്കി പോവാൻ നോക്ക്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ. ഞാൻ എന്താ മാമി ആവശ്യമില്ലാത്ത കാര്യം ചെയ്തത്? നിങ്ങളാണ് ഈ നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കേ ഈ നാണക്കേടുണ്ടാക്കാൻ വേണ്ടി ഇവിടെ റോട്ടിൽ വന്നിരിക്കുന്നത്. രുക്മിണിയും രാജേശ്വരി ആണെങ്കിൽ ഒരു കാഴ്ച കാണുന്ന മട്ടിൽ ലാഘവത്തോടെയാണ് അകത്ത് നിൽക്കുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് അവർക്കും അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ രാധിക വാസന്തിയോട് പറയുന്നുണ്ട്, ഇവിടെ താമസം തുടങ്ങിയിട്ട് ആകെ 3 ദിവസം പോലും ആയിട്ടില്ല. ഈ വീട്ടിനകത്ത് പ്രശ്നം നടക്കുകയാണെന്ന് ഈ നാട്ടുകാരെ മൊത്തം അറിയിക്കണോ? മാമി എന്ത് തന്നെയാണെങ്കിലും വീട്ടിനകത്ത് പോയിട്ട് സംസാരിക്കാം. വാ, അകത്തേക്ക് വാ. കൈവിടടി, എവിടേക്ക് വരാനാ നീ പറയുന്നത്? ഏത് വീട്ടിനകത്തേക്ക് വരാനാ നീ പറയുന്നത്? ഞാൻ വരില്ല, എനിക്കെന്ന് വെച്ച് ഇവിടെ ഒന്നും തന്നെ ഇല്ല. അവർ കരയാൻ തുടങ്ങുകയാണ്. അയ്യോ മാമി, നിങ്ങൾ എന്തൊക്കെയാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കൊന്നുമില്ല മാമി, ഇത് നിങ്ങളുടെ വീടാണ്. എഴുന്നേറ്റ് അകത്തേക്ക് വാ മാമി. അതിനൊന്നും മറുപടി വരാതെ വാസന്തി പൊട്ടിക്കരയാണ്. സ്ഥിതി കുറച്ചുകൂടി വഷളാവുന്നു എന്ന് കണ്ടപ്പോൾ രുക്മിണിയും രാജേശ്വരിയും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീട് തന്നെയാണ് മാമി ഇത്, വാ. എൻ്റെ വീടോ? എൻ്റെ മകൻ എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നീയും അവിടെ നിന്ന് കേട്ടതല്ലേ? നിന്റെ കാത് ആ സമയത്ത് അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നോ? അവൻ എന്നെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് നീ കേട്ടതല്ലേ? കരഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്. നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കും. ഈ വീടിനും നിങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ആരും തന്നെ ചോദിക്കാനും പറയാനും വരാനില്ലാത്ത ആളാണ് നിങ്ങളെന്നും നിങ്ങളെ ഞാൻ റോട്ടിലേക്ക് പിടിച്ചു വലിച്ചിടുമെന്നൊക്കെ എൻ്റെ മകൻ ഇപ്പോഴല്ലടി പറഞ്ഞിട്ട് പോയത്. അതും പറഞ്ഞ് അവർ പൊട്ടിക്കരയാണ്. അവർ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് റോഡിൽ കൂടി പോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ വാസന്തി പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുന്ന എൻ്റെ മോൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അയ്യോ മാമി, അതൊക്കെ നീലൻ ചേട്ടൻ വെറുതെ പറഞ്ഞിട്ട് പോയതാണ്. സംഭവിച്ച കാര്യങ്ങളൊക്കെ രുക്മിണിയും രാജേശ്വരിയും ഒക്കെ അറിയുന്നതിൽ രാധയ്ക്ക് വിഷമമുണ്ടായിരുന്നു. അപ്പോൾ വാസന്തി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയാണ്, അതുകൊണ്ട് പ്രസവിച്ച അമ്മയെ പുറത്താക്കി എന്ന പാവം എൻ്റെ മകന് വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവനെ 10 മാസം ചുമന്ന് പ്രസവിച്ച വേദന കൊണ്ട് പറയാണ്, അവനവനിക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിച്ചോട്ടെ. ഇനി ഞാൻ എങ്ങനെയായാലും അവനിക്കെന്താടി, അവൻ നന്നായിട്ട് ജീവിച്ചാൽ മതി, എനിക്കത് മാത്രം മതി. അതും പറഞ്ഞിട്ട് വാസന്തി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ചേച്ചി, ഇവരെന്തൊക്കെയാ ഈ പറയുന്നത്? രാജേശ്വരി രുക്മിണിയോട് ചോദിക്കുകയാണ്. അതേ രാജി, എനിക്ക് തോന്നുന്നത് ദേഷ്യപ്പെട്ടപ്പോൾ നീലൻ മോന് എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ളതെന്നാണ്. പക്ഷെ അത് തെറ്റാണ് രാജി. എത്ര ദേഷ്യം വന്നാലും അവരോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവൻ്റെ അമ്മയല്ലേ അത്. അതൊക്കെ ശരി തന്നെയാ ചേച്ചി, പക്ഷേ ഈ തള്ളയ്ക്ക് കുറച്ചൊരു അഹങ്കാരം കൂടുതലാ. അതുകൊണ്ട് ഇത് തന്നെ കിട്ടണം, രാജേശ്വരി പറയാണ്. ആ സമയത്തൊക്കെ വാസന്തി പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു അവരുടെ അവസ്ഥ ഓർത്തിട്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.